ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും എന്നെ വിളിച്ച് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. അതായത് രാജേഷേട്ടാ, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം മണ്ടത്തരമായിരിക്കും, പക്ഷെ അങ്ങനെ തോന്നരുത്, എനിക്കൊന്ന് പറഞ്ഞു തരണം. ഈ ഒരു കാര്യം ഞാൻ കൂടുതലും കേൾക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിനെ കുറിച്ചുള്ള സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം അത് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് തീർക്കാൻ പറ്റുന്നോ ഒന്നും ആയിരിക്കത്തില്ല. ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഒരു വാഹനത്തിനെ കുറിച്ച് ഉണ്ടാകും. ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ പല കാര്യങ്ങളുണ്ടാവും, അതായത് പല കംപ്ലൈന്റ്സിന്റെയും പുറകെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സംശയങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കഴിവതും പലരും ചോദിക്കുന്ന ഒരു കാര്യത്തിൽ ഇനിയെങ്കിലും നിങ്ങൾ അത് ഒഴിവാക്കുക. എന്ത് സംശയം നിങ്ങളുടെ മനസ്സിൽ വന്നാലും, അതിപ്പം ചെറിയൊരു സംശയമാകട്ടെ വലിയൊരു സംശയമാകട്ടെ, ചോദിക്കുക. കാരണം സംശയം എന്ന് പറയുന്ന ഒരു കാര്യം ചോദിക്കാനുള്ളത് തന്നെയാണ്. കാരണം ഇപ്പം എന്താ പറയാ, ഇപ്പം നമ്മുടെ ഈ വാഹനത്തിന്റെ ഒരു ബൂട്ടേ വരുന്ന സ്വിച്ച്, പലർക്കും ഈ ബൂട്ടിൽ ഒരു സ്വിച്ച് ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇവിടെ താഴെ ഒരു സ്വിച്ച് ഉണ്ടെന്ന് അറിയത്തില്ല. ഇതൊരു തെറ്റല്ല, ഒരു കാരണവശാലും ഇതൊരു തെറ്റല്ല. നമ്മുടെ വാഹനത്തിൽ നമുക്ക് അറിയാൻ മേലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് കുറെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ഓണേഴ്സ് മാനുവൽ നോക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിച്ച് പഠിക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അറിയാവുന്ന ഒരു വ്യക്തിയോട് ചോദിക്കാം. ഇപ്പൊ പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഒരു പ്രശ്നമില്ല, മെസ്സേജ് ഇടാം, നിങ്ങൾക്ക് കമന്റ്സ് ഇടാം, എങ്ങനെ ഇട്ട് വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ വാഹനത്തിന്റെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ, അതായത് ഒരു വാഹനത്തിൽ എന്തൊക്കെ സർവീസുകൾ വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പുറത്ത് കൊടുത്താണ് സർവീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുറത്ത് കൊടുത്താണ് നിങ്ങളുടെ വാഹനത്തിന്റെ ഓരോ കാര്യങ്ങളും, എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ റീപ്ലേസ്മെന്റ് ചെയ്യുന്നതെങ്കിൽ പോലും തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ടൈംലി ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവർ മാറുന്നുണ്ടെന്നും ഉറപ്പ് വരുത്തിക്കണം. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് വാഹനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഒരു കാരണവശാലും അത് ക്ലിയർ ചെയ്യാതെ വെച്ചോണ്ടിരിക്കരുത്. കാരണം ഒരു സംശയം നമുക്ക് ഇന്ന് വന്നു, ഇപ്പൊ നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുക, ഒരു ലൈറ്റ് കത്തി, ഒരു ഡൗട്ട്, നിങ്ങൾക്ക് ഒരു പേടി, അത് ചോദിക്കണോ വേണ്ടയോ, ഇങ്ങനെ ഒരു സംശയം ഒരു കാരണവശാലും അത് വെച്ചേക്കരുത്. അന്നേരം തന്നെ ഒന്നെങ്കിൽ അത് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ സർവീസ് അഡ്വൈസർക്കോ ആർക്കെങ്കിലും ഒന്ന് വാട്സാപ്പ് അയച്ചു കൊടുത്തിട്ട് എന്താണ് ആ കംപ്ലൈന്റ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഒരു സൗണ്ട് കയറി വരുന്നു, കുറച്ചു നേരം വന്നു അത് പോയി, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു സൗണ്ട് കയറി വരുന്നു, ഉടനെ നിങ്ങൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറ്റ് ദ ഫാസ്റ്റസ്റ്റ് നിങ്ങൾ അതിന്റെ ഒരു സൗണ്ട് റെക്കോർഡ് ചെയ്യുക, ജസ്റ്റ് അയച്ചു കൊടുക്കുക. കാരണം അന്നേരം തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുക, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിപ്ലൈ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വാഹനത്തിന് വേറെ കംപ്ലൈന്റ്സോ കാര്യങ്ങളൊന്നും വരത്തില്ല. ഇനി നമ്മൾ ചോദിക്കാനുള്ള മടി കൊണ്ട് അങ്ങനെ വെച്ച് പോയി നാളെ ചിലപ്പോൾ അതൊരു വേറൊരു കംപ്ലൈന്റിലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും നിങ്ങളുടെ ഒരു വാഹനത്തിന് ഒരു ചെറിയ കംപ്ലൈന്റ് വന്നാൽ അന്നേരം തന്നെ അത് തീർത്ത് വിടുന്നതാണ് ഏറ്റവും നല്ലത്.